മാച്ചുമായി വരുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഇന്നത്തെ അപ്ഡേറ്റിൽ വന്ന ഇവൻ്റ് 150 മില്യൺ ഡൗൺലോഡ്സും കാര്യങ്ങളുമായ ക്യാമ്പയിനും കൊണ്ട് നമുക്ക് വന്ന ഈവൻറ്റും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസം വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല, കാരണം സുഖമില്ലാത്തത് കൊണ്ട് തന്നെയാണ് വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ജലദോഷം തൊണ്ടവേദനയും പനിയൊക്കെയാണ് ഗൈസ്, അവിടെ കേട്ടെ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫുട്ബോൾ കോയിൻസിൻ്റെ ക്യാമ്പയിനാണ്, എന്തിനെ കൊണ്ടുവന്നതാണെന്നാണ് ചോദിക്കാനുള്ളത്. നമുക്ക് എനിക്കിപ്പോൾ തന്നെ കിട്ടിയത് നമുക്ക് ഐറ്റംസ് ആഡ് ഇൻബോക്സിൽ നമുക്ക് കിട്ടിയ 5 കോയിൻ, 5 ഈ ഫുട്ബോൾ കോയിൻ കൊണ്ട് എന്തുണ്ടാക്കാനാണ് ഗൈസ്. കഷ്ടപ്പെട്ട ഒരു ഈവൻറ്റ് കഴിച്ച് ജയിക്കും. ആ ഒരു ഈവൻറ്റ് നമുക്ക് കിട്ടുക 5 കോയിൻസാണ് ഗൈസ്. 5 കോയിൻസ് കിട്ടിയിട്ട് എന്ത്, എനിക്ക് ഇതിനകത്ത് നിന്ന് വലിയ കിട്ടിയ 15 കോയിനാണ്. ലെക്കുള്ളവർക്ക് 850 ഒക്കെ കിട്ടിയിട്ടുണ്ട്. 850 കിട്ടിയാലൊക്കെ ലെക്ക് എന്നറിയാം. അപ്പോൾ 850 ഒക്കെ കിട്ടിയാൽ ചിലപ്പോൾ സ്വാർസിനെ കൊണാമി അതുകൊണ്ട് തരാൻ ചാൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി ഈവൻസ് കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആണ്. ഇതിനകത്തൊന്നും ഇല്ല. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഇന്നത്തെ അപ്ഡേറ്റിന് ശേഷം വന്ന വേറൊരു ക്യാമ്പയിനാണ് മറ്റേ നമ്മളെ ഈ ഫുട്ബോൾ ലീഗും കാര്യങ്ങളും. AI കാറ്റഗറി ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമെന്ന്. PvP കാറ്റഗറി എന്ന് വെച്ചാൽ അത് പണ്ട് കളിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഡിവിഷൻ 3 എത്തിയിട്ടുണ്ട്. ഡിവിഷൻ 4 ആയിരുന്നു, നല്ല ഡിവിഷൻ 3 അടിച്ച്. അപ്പോൾ വേഴ്സസ് AI കാറ്റഗറി നോക്കുകയാണെങ്കിൽ AI കാറ്റഗറിയിൽ ഡിവിഷൻ 6 ആണ്. ഞാൻ കളിച്ചിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ AI ആണ് വരിക. AI എന്ന് വെച്ചാൽ നമ്മളെ സ്കോഡിൻ്റെ അത്രയ്ക്ക് റേഞ്ച് ചെയ്യുന്ന ഒരു സ്കോഡും കാര്യങ്ങളൊക്കെ ഉള്ള AI കാര്യങ്ങളൊക്കെയാണ് വരിക. ഡിവിഷൻ 6 ഒക്കെ കളിക്കുമ്പോൾ AI ആയിരിക്കും അവിടെ, വേറെ എന്താ ആയിരിക്കില്ല. പിന്നെ ഇന്നലെ മെയിനായിട്ട് വന്നത് പിന്നൊരു സ്പാനിഷ് ക്ലബ്ബ് ചാൻസ് നമുക്ക് സാധാരണ കിട്ടുന്ന പോലെ മോട്ടമുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, നോമിനേറ്റിംഗ് കോൺട്രാക്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കാൻ എടുത്തിട്ടുണ്ട് ഒരു പ്ലെയറിനെ. ലെഫ്റ്റ് ബാക്കാണ് നമ്മൾ ഗ്രിമാൾഡോനെ എടുത്തത്. നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡാണ്. ഇതൊക്കെ 80 above ആണ് സ്റ്റാറ്റ്സൊക്കെ കിട്ടുന്നത്. ബട്ട് ഒന്നിൽ 90 ഇല്ല. സ്പീഡും ആക്സിലറേഷനൊക്കെ 87 അത്ര റേഞ്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ നല്ലതൊന്നുമല്ല. പക്ഷേ ചാൽഹനോഗ്ലുവിനെ എടുക്കണമെന്നുണ്ട്. ചാൽഹനോഗ്ലുവിനൊക്കെ എടുത്തിട്ട് നമുക്ക് റിവ്യൂ അതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ചാൽഹനോഗ്ലു അത്യാവശ്യം നല്ലതാണ്. നമ്മൾ ചാൽഹനോഗ്ലുവിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാൽഹനോഗ്ലു അത്യാവശ്യം മികച്ച ഒരു CMF ആണ്. പിന്നെ AFCൻ്റെ ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ജോൺ ഡുറാൻ അത്യാവശ്യം നല്ല 97-98 ഓവർ വരും. നമുക്കിപ്പോൾ സ്ട്രൈക്കറിൻ്റെ ആവശ്യവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആരും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സ്വാർസിൻ്റെ ബാക്കാണ്. സ്വാർസിൻ്റെ ഫിനോമിനൽ ഫിനിഷ് മറ്റേ MSN ബാക്കിലെ സ്വാർസാണിത്. അത് കിട്ടാത്തവർക്കൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു തുർക്കിഷ് സൂപ്പർ ലീഗാണ്. തുർക്കിഷ് സൂപ്പർ ലീഗ് നോക്കുകയാണെങ്കിൽ 99 ഗോൾ കീപ്പിങ്ങും 100 പിന്നെ സെയിൻ മാക്സിലുണ്ട്. പിന്നെ ബ്ലിറ്റ്സ്കേളറുണ്ട്, അക്കും. ഓക്കെ, മറ്റേ ഇതിൻ്റെ ബൂസ്റ്റർ ശരിയില്ല. ഇതിൻ്റെ ബൂസ്റ്റർ നമുക്കൊന്ന് കിട്ടണമെങ്കിൽ ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്താക്കണം, ഈ തുർക്കിഷ് ലീഗ് കളിക്കുന്ന കുറച്ച് പേര് സ്കോഡിൽ വേണം. ഒരു 5-8 ആൾക്കാർ സ്കോഡിലുണ്ടെങ്കിൽ മാത്രമേ റേറ്റിംഗ് ഇമ്പ്രൂവ് ആകൂ. പിന്നെ 950 ഈറ്റ 30 ദിവസങ്ങളിലെ ഇതാണ് ഒരു അഡ്വാൻസ്ഡ് സ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊന്നും സംഗതിയാണ്. പിന്നെ വന്നിട്ടുള്ളത് ക്രൈഫിൻ്റെ മാനേജറിൻ്റെ ബാക്കാണ്. ക്രൈഫ് മാനേജർ ബാക്ക് ഒരു ഡബിൾ ബൂസ്റ്റർ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. പൊസിഷൻ ഗെയിമാണ്. 89 റേറ്റിംഗ് പോകുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ ഗെയിമിലൊക്കെ കളിക്കുന്നവർക്ക് ജോഹാൻ ക്രൈഫ് ഏറ്റവും നല്ല തന്നെയാണ്. ഒക്കെ ടൈറ്റ് പൊസിഷൻ കൊടുക്കുന്നുണ്ട്, ജമ്പിങ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഫോർവേഡ് പ്ലേയേഴ്സിനാണ് മാച്ചിൽ കൊടുക്കുക. അതുകൊണ്ട് ഡിഫൻസ് ഷോകൊന്നും ആയിരിക്കില്ല, ഡിഫൻസ് ഉണ്ടാവും, ബട്ട് ഫോർവേഡാണ് കൂടുതലും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്വിക്ക് കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൈഫും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ നോർവേൻ്റെ ബാക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നോർവേൻ്റെ ബാക്ക് പറയുകയാണെങ്കിൽ മെയിനായിട്ട് കോച്ചിനെ തന്നെയാണ് അറിയേണ്ടത്. ഔട്ട് വൈഡ് 89 കൊടുത്തിട്ടാണ് കോച്ചിനെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റാലെ സോൾബാക്ക് സ്റ്റാർ പ്ലേയേഴ്സാണ്. 5 സ്റ്റാർ പ്ലേയേഴ്സിന് ഇത് കൊടുക്കുന്നതാണ്. ഫിസിക്കൽ കോൺടാക്റ്റിങ്ങും ഹെഡിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയാണ് ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ ഫുട്ബോളിൻ്റെ കുറച്ച് കോയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സെയിലിംഗ് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ GPയിൽ നമുക്ക് അഡ്വാൻസ്ഡ് സ്കില്ല് വന്നിട്ടുണ്ട് 1 മില്യൺ. അപ്പോൾ അഡ്വാൻസ്ഡ് സ്കില്ലൊന്നും നമുക്ക് വേണ്ട, കാരണം സ്കിൽ ട്രെയിനിങ് ഒന്നും കൊടുക്കാനില്ല പ്ലേയേഴ്സിന്. അപ്പോൾ ഒന്നും നമ്മളൊന്നും എടുത്തിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളത് ഒരു 250 മില്യൺ ക്യാമ്പയിനും പിന്നെ ഒരു ഈ ഫുട്ബോൾ ലീഗിൻ്റെ ഈവൻറ്റുമാണ്. ബട്ട് അതൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. നമുക്കൊരു കോയിനും കിട്ടുന്നില്ല. എല്ലാം സ്കിൽ ട്രെയിനിങ്ങും മറ്റേ കാര്യങ്ങളും മറിച്ചതൊക്കെയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.